നമ്മുടെ കുട്ടികളെല്ലാം തന്നെ രാത്രി 12 മണിക്കും 1 മണിക്കും എല്ലാം ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡ് കൗണ്ടറുകളിലെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ മലയാളികളുടെ ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ, അതിലെല്ലാം ട്രാൻസ് ഫാറ്റി ആസിഡ്സ് കൂടുതലാണ്. അപ്പോൾ ആ ഫുഡ് ഹാബിറ്റ്സ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഡോക്ടർ നല്ല ഡയറ്റ് എന്ന് പറഞ്ഞു, എന്താണ് നല്ല ഡയറ്റ്? അത് മനസ്സിലായി. അതിൽ ഡയറ്റിൽ അത് 2-3 ഫാക്ടർ ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തേത് നമ്മൾ എങ്ങനെ കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പോണൻസിൽ ഇപ്പോൾ നമുക്കറിയാം പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് അങ്ങനത്തെ എല്ലാം വരുന്നില്ല. ഓഫ് കോഴ്സ് ഫാറ്റ് കണ്ടൻറ്റുള്ള ഡയറ്റുകൾ കുറയ്ക്കണം അല്ലേ. നമുക്കറിയാം കൊഴുപ്പുള്ളത് കുറയ്ക്കണം. അതിന് ഓയിലി ഫുഡ്, വറുത്തത് പൊരിച്ച് കുറയ്ക്കാൻ പറയും. അല്ലെങ്കിൽ ഈ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഉള്ള ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഉള്ളത് കുറയ്ക്കാൻ പറയും. പിന്നെ ആ ഫുഡിൽ നമ്മൾ പ്രോട്ടീൻ്റെ പേഴ്സൻറ്റേജ് നമുക്ക് യൂഷ്വലി കുറവാണ്. കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൂടെ റിച്ചാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഫൈബർ, നമ്മൾ പഴങ്ങൾ അല്ലെങ്കിൽ നാരുകളുള്ള അങ്ങനത്തെ ഫൈബർ ഡയറ്റുകൾ കുറച്ചുകൂടെ നമ്മുടെ ഡയറ്റിൽ. ഇപ്പോൾ നമ്മുടെ പഴയ കൂമ്പ് തോരനും പിണ്ടിത്തോരനും ഇതൊക്കെ റിയലി ഗുഡ്. പക്ഷേ അതൊക്കെ നമ്മുടെ ഡയറ്റിൽ നിന്ന് കുറേ അങ്ങ് മാറിപ്പോയി. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് ഓഫ് ദ ഡയറ്റ് ഒന്ന്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് പറയുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചയ്ക്ക് സാധാരണക്കാരനെ പോലെ, വൈകിട്ട് ദരിദ്രനെ പോലെ കഴിക്കണം. അത് വളരെ നല്ലതാണ്. ഇപ്പോൾ പറയുന്ന ഇപ്പം വരുന്നുണ്ടല്ലോ നമ്മുടെ കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റിങ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്, അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10 to 12 hours ഫാസ്റ്റിങ്, വൈകിട്ട് ഒരു ഏർലി ഡിന്നർ കഴിച്ച് ഒരു റുട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഒരു ഫാസ്റ്റിംഗ് കിട്ടും. അപ്പോൾ ലേറ്റ് ഡിന്നറും ഏർലി ബ്രേക്ക്ഫാസ്റ്റും ഉറക്കക്കുറവും ഇത് ഭയങ്കരമായിട്ട് ഇതിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡയറ്റിൻ്റെ കണ്ടൻറ്റും അതുപോലെ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കൾച്ചറും അതുപോലെ തന്നെ ഈ ഡയറ്റ് പാറ്റേണും എപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത്. അതൊരു ചോറിനെ ഒരു ഭയങ്കര വില്ലനാക്കിയാണ് ഇപ്പോൾ പൊതുവെ അവതരിപ്പിക്കപ്പെടാറ്. അത് ചോറൊരു വലിയ വില്ലനാണോ? അരിഭക്ഷണം ഒരു വലിയ വില്ലനാണ്? അല്ല, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നല്ലോ. കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ബേസിക് പ്രശ്നം നമുക്ക് ബെല്ലി ഫാറ്റ് കൂട്ടും. ബെല്ലി ഫാറ്റ് കൂട്ടുന്നത് ഈ പറഞ്ഞ ഇതാണ്, നമുക്കൊരു കുറച്ച് ഓൾവേസ് അതൊരു മെറ്റബോളിക് സിൻഡ്രോംസ് പറയും. മെറ്റബോളിക് സിൻഡ്രോംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടാം, ഷുഗർ കൂടും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബെല്ലി ഫാറ്റ് ഇപ്പോൾ നമ്മുടെ മലയാളികളിൽ നോക്കിയാൽ എല്ലാവർക്കും കുറച്ചൊരു ബെല്ലി ഫാറ്റ് കൂടുതലാണ്. അപ്പോൾ അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ് അതിനൊരു ബേസിക് റീസൺ ആകാവുന്നത്. അതാണ്. അതേപോലെ ഈ വെജ് നോൺ വെജും ഒരു കോൺട്രവേഴ്സിയിലാണ്. മലയാളിക്കാണ് ഈ നോൺ വെജ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സമൂഹം എന്നും പറയുന്നുണ്ട്. അതൊരു ഫാക്ടർ ആണോ ഈ അസുഖങ്ങളുടെ പിന്നിൽ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കിയാൽ ജപ്പാനീസ് അവരൊക്കെ ഏറ്റവും ലോങ് ടൈം ജീവിക്കുന്ന ആൾക്കാരൊക്കെ നോൺ വെജ് ഡയറ്റ് ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ റെഡ് മീറ്റ് ഡെഫിനറ്റ്ലി നല്ലതല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. റെഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ബീഫ്, പോർക്ക് ഇങ്ങനത്തുള്ള അതിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിക്കനൊന്നും അത്രയും പ്രോബ്ലംസ് ഇല്ല. എസ്പെഷ്യലി ബാർബക്യൂ ചിക്കൻ പോലെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓയിൽ കളഞ്ഞാൽ കഴിക്കുന്നത്. മോസ്റ്റ്ലി പ്രോട്ടീൻസാണ്. ഫിഷ് ഏറ്റവും നല്ലതാണ്. എന്നുവെച്ചാൽ omega-3 ഫാറ്റി ആസിഡ്സ്, അങ്ങനെ ഒലീക് ആസിഡ്സ്. ഫിഷ് ഏറ്റവും നല്ലത്, എസ്പെഷ്യലി സ്മോൾ ഫിഷ്, ബോണി ഫിഷ്, കാൽസ്യം, അങ്ങനെ കാൽസ്യം സപ്ലിമെൻറ്റ് എല്ലാവും. സോ ഫിഷ് ഈസ് എ വെരി ഗുഡ് ഡയറ്റാണ്. എഗ്ഗും നേരത്തെ പറയുന്ന എഗ്ഗ്, അതിൻ്റെ മുട്ടയുടെ ഉണ്ണി കംപ്ലീറ്റ് മാറണം. പക്ഷേ ഇപ്പോൾ അത് അത്രയും പറയുന്നില്ല. ഒരു 2 എഗ്ഗ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഉണ്ണിയും കൂടെ മാറ്റി കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും എഗ്ഗിൻ്റെ പ്രോട്ടീൻ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോട്ടീൻസാണ് എഗ് വൈറ്റ് പ്രോട്ടീൻ. അപ്പോൾ അതുകൊണ്ട് നോൺ വെജ് ചീത്തയാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പിന്നെ കൾച്ചറൽ ഓർ റിലീജിയസ് റീസൺസിന് ഇഫ് യു ആർ അവോയ്ഡിങ് അത് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നോൺ വെജ് കഴിച്ചാലേ ജീവിക്കാൻ പറ്റുമെന്നില്ല. നോൺ വെജ് കഴിക്കാതെയും കംഫർട്ടബിളായിട്ട് പ്രോട്ടീൻ റിച്ച് ഫുഡ് എടുത്ത് ജീവിക്കാൻ പറ്റും. 2015 ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി. ഒരുപാട് ലോജിസ്റ്റിക്സിന്റെ കാര്യത്തിലാണെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളൊരു സമയം. അതെങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റ് സർജറി സംഭവിച്ചത്? ഈ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ എക്സസൈസ്, ആ ഒരു സർജറി എന്ന് പറയുന്നത് വൺ ഓഫ് ദി സിമ്പിൾ സർജറീസാണ്. അതായത് ഒരു ഹാർട്ട് അവിടെ തുന്നി പിടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്നത്. ഹാർട്ട് ലങ് ബൈപ്പാസിൽ ഒരു ബൈപ്പാസ് സർജറി ചെയ്യണമെങ്കിൽ നമ്മൾ ബോഡിയിൽ ബ്ലഡ് പുറത്തെടുത്ത് ഓക്സിജനേറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുക ചെയ്യും. അപ്പോൾ അതിന് ചെയ്യുന്ന ഒരു റുട്ടീൻ സംഭവമുണ്ട്. അത് മാത്രമേ അതിലുള്ളൂ. പിന്നെ ഹാർട്ട് മൊത്തമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയൊരു ഹാർട്ട് അവിടെ തയ്ച്ചു പിടിപ്പിക്കുന്നു. അപ്പോൾ ഒരു സർജിക്കൽ ചലഞ്ച്
അല്ലെങ്കിൽ സർജിക്കൽ ടെക്നിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുന്ന പല കോംപ്ലക്സ് സർജറിയുടെ അത്രയും വരില്ല ഒരിക്കലും. സോ ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ പക്ഷേ അതിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡോണർ, അതൊരു വലിയൊരു എന്താണ് ഒരു ദൈവികമായ ഒരു കാര്യമാണ്. ഒരു ഡോണർ ഒരു ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നു, അവർ തരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമത്തേത് ഒരു ടീം. ഇതിൽ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹാർട്ട് ഈ ഡോണറുടെ ശരീരത്തിൽ നിന്ന് എടുത്താൽ നമ്മളിവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നതിനകം ഒരു 3 hours ഏറ്റവും ബെസ്റ്റാണ്. 6 hours ഒക്കെ പോയാൽ മേജർ പ്രോബ്ലംസാണ്. അപ്പോൾ ആ ടൈം ഏറ്റവും കുറയ്ക്കുന്ന അത്രയും ഈ ഹാർട്ടിൻ്റെ സർവൈവലിന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ടൈം കുറയ്ക്കാനുള്ള ഒരു വലിയ ഒരു എഫർട്ട് വേണം അതിൽ ഈ ഡോണർ ഹോസ്പിറ്റൽ അതെടുക്കുന്ന ടീം, ട്രാൻസ്പോർട്ടേഷൻ, ഇവിടെ വന്ന് വെച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ 1 minute പോലും കളയാതെ കൃത്യമായ ഒരു പ്ലാനിങ്ങും ഒത്തിരി ആൾക്കാരുടെ, അതായത് പോലീസ് തൊട്ട് ഹോസ്പിറ്റൽ ആൾക്കാർ തൊട്ട് എല്ലാവരുടെയും ടൈംലി ഉള്ള ഒരു ഷെഡ്യൂളിംഗ് ആണ്. അപ്പോൾ ആ ഒരു ടീം വർക്ക് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. പിന്നെ ചെയ്യുക എന്നുള്ളത്. പിന്നീട് അതിൻ്റെ ലോങ് ടൈമാണ്. ലോങ് ടൈമിൽ അതിന് ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ട്. ഇപ്പോൾ സാധാരണ ഒരാളെക്കാളും ഇപ്പോൾ ഹാർട്ട് മരുന്നിനേക്കാളും ഇമ്മ്യൂണോ സപ്രഷൻസ് ഉള്ളതുകൊണ്ട് അവരെ മാനേജ് ചെയ്യുന്നു, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം വേണം. അപ്പോൾ ഇതിന് അന്നത്തെ സമയത്ത് 2015 ആകുമ്പോഴത്തേക്കും നമ്മൾ 1000 കേസിലധികം ഒരു വർഷം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സർജിക്കലി അതൊരു മേജർ ചലഞ്ചല്ല. ടീം വൈസ് നമുക്ക് അന്ന് തന്നെ 100-ലധികം പേരുടെ ഒരു വലിയ ടീമുണ്ട്. ഒൺലി തിങ് വാസ് ഓരോ ടീം മെമ്പേഴ്സിനും അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞ് മനസ്സിലാക്കി ക്ലാസ് എടുത്ത് അവരെ വെൽ ട്രെയിൻഡായിട്ട് ഒരു കോള് വന്നു കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായ ഐഡിയാസ് കൊടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു എന്താണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് ഒത്തിരി എന്താണ് പറഞ്ഞാൽ മീഡിയയിലൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും സർജിക്കലി സിമ്പിൾ ജോബാണ്. പക്ഷേ ഓർഗനൈസിങ് ദ എൻറ്റയർ തിങ് ഈസ് ദ മേജർ ടാസ്ക്. ഡോക്ടർ, ഈ ഹാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ ഓർഗൻ അല്ല. നമ്മൾ എന്തുകൊണ്ടോ പല റീസൺസ് കൊണ്ട് ഇമോഷൻസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു മേ ബി ബ്രെയിനേക്കാളും നമ്മൾ ഒരുപാട് ഹാർട്ട് എന്ന് പറയുന്ന ഹൃദയം എന്നുള്ളതൊരു വലിയ സംഭവമാണ് നമുക്ക്. അപ്പൊ അതിനൊരു ഇമോഷണൽ സൈഡും ഉണ്ട്. വേറെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പോലെ ആയിരിക്കില്ലല്ലോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇമോഷണൽ സൈഡ് ഒന്ന് പറയാമോ? അങ്ങനത്തെ എക്സ്പീരിയൻസസ് എന്തെങ്കിലും? ഇതിൻ്റെ ബേസിക് മേ ബി ഇമോഷണലിൽ ഏറ്റവും എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫ് പോയിട്ടേ ഒരാൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു കിഡ്നി ആണെങ്കിൽ ഒരാളുടെ എടുക്കാം, ലിവറാണെങ്കിൽ പകർത്തെടുക്കാം. പക്ഷേ ലങ്സിനും ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ലൈവ് ആൾക്കാരുടെ എടുക്കാൻ പറ്റും. പക്ഷേ ലങ്സിന് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ പറ്റാത്തത് ഹാർട്ട് മാത്രമേ ഉള്ളൂ, ഒരു ഓർഗനേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിലേറ്റവും അതെ കടാവറേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ഇത്. പിന്നെ എപ്പോഴും ആ ഒരു മേ ബി ഇപ്പം മറ്റതിനെല്ലാം കുറേ കൂടെ ടൈമും കിട്ടും. കിഡ്നിക്കാണെങ്കിലും കുറേ കൂടെ ടൈം കിട്ടും, ലിവറിനാണെങ്കിലും കുറേ കൂടെ ടൈം കിട്ടും, ട്രാൻസ്പോർട്ടേഷൻ, ഇംപ്ലാന്റേഷനും ഒക്കെ. പക്ഷേ ഹാർട്ടിന് ആ ടൈം ഒരു ഭയങ്കര ഷോർട്ട് സമയം കിട്ടും. യൂഷ്വലി നമ്മൾ 3 hours പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ 4 hours വരെയൊക്കെ പോയാലും വലിയ 4 to 6 hours വരെ. ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ ഡിവൈസസ് ഉണ്ട് പുറത്തേക്ക്, നമുക്കത് വന്നിട്ടില്ല. അതാണെങ്കിൽ ഈവൻ 12 hour മുകളിൽ വയ്ക്കുന്നവരുണ്ട്. സോ അതിൽ അത് ഈ ഹാർട്ടിൻ്റെ അകത്തൂടെ ബ്ലഡ് കടത്തി വെച്ചിട്ട് അതിങ്ങനെ പമ്പ് ചെയ്യിച്ചുകൊണ്ടിരിക്കും ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ, ട്രാൻസ്പ്ലാന്റിനകത്ത്. അത് തന്നെ, അതായത് ഡോണറിൽ നിന്ന് ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷീനിൽ കണക്ട് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ ഹാർട്ടിൽ പെർഫ്യൂസ് ചെയ്യില്ല ബ്ലഡ് എന്ന് പറഞ്ഞാൽ ആ മെഷീൻ പെർഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹാർട്ടിന് ഓക്സിജനും ബ്ലഡും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. അത് തിരിച്ചുവിടാൻ വന്നു കഴിയുമ്പോൾ പിന്നെ അത് ഡിസ്കണക്ട് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ മസിൽസ് അങ്ങനെ അതെ അതെ 12 ഈവൻ ചിലത് 24 hours വരെയുള്ള റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ. അതെ അതെ അത് വളരെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് പോയി എടുത്തിട്ട് വരാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം ചോദിച്ചതിന് ഈ റിസീവർ ഡോണർ ഒരു ബന്ധമുണ്ടല്ലോ, ഹൃദയമായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നത്. അതെങ്ങനെയാണ് ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ അതെങ്ങനെയാണത്? ഫാമിലി ഇപ്പം നമ്മളുടെ അവിടത്തേക്ക് ആണെങ്കിൽ എല്ലാവരും ഫാമിലി ഇപ്പോൾ ഡോണർ റെസിപ്പിയൻറ്റ് ഫാമിലി മിക്കവാറും എപ്പോഴും ഡോണർ ഫാമിലിയായിട്ട് കോൺസ്റ്റൻറ്റ് ടച്ച് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു നേവൽ ഓഫീസറുടെ ഒരു ഹാർട്ടാണ് ഭട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേഷ്യൻ്റ് വായിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7-8 years ആയി. ഇപ്പോഴും ഭട്ടിൻ്റെ ഫാമിലി ആ നേവൽ ഓഫീസർ എന്തോ ഫംഗ്ഷൻ അവരുടെ വേറെ നോർത്തിലാണ്, അവിടെ പോവുകയൊക്കെ ചെയ്തു. അവർ വന്നാൽ ഇവരെ കണ്ടിട്ടേ പോവുള്ളൂ. അങ്ങനെ മിക്കവാറും ആ ഒരു കണക്ഷൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്.
പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പുറത്ത് പലയിടത്തും ഡോണർ ആരാന്ന് റെസിപ്പിയൻ്റ് ഒരിക്കലും അറിയാറ് പോലുമില്ല. അതാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു ഇമോഷണൽ വരാതിരിക്കാൻ ആയിരിക്കണം അവിടെ. പക്ഷെ നമ്മളുടെ ഇവിടെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ കൊടുത്ത ഫാമിലിക്ക് ആ ഒരു അറ്റാച്ച്മെൻ്റ് ആണത്. അത് എന്തെങ്കിലും ഡോക്ടർ സർജറി ചെയ്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോണറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഡോണറുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ട്. നമ്മളൊരു അതായത് നമ്മൾ ചെന്ന് ഡോണർ ഹാർട്ട് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അവരുടെ ആൾക്കാർ അങ്ങനെ ഒരു വ്യക്തിയുടെ അല്ല, അവർ വിഷമിച്ച എന്താണ് ഇപ്പോഴും ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അത് മനസ്സിലാക്കി അത് വിട്ടു തരുമ്പോൾ അതൊരു അവരുടെ ഗ്രീഫ് നമുക്കത് വല്ലാത്ത ഇതാണ്, നല്ല വല്ലാതെ ടച്ച് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിപ്പോൾ ഓരോ കേസിലും അത് ഇന്ന കേസ് എന്ന് പറയാൻ പറ്റില്ല, ഓരോ കേസിലും അത് അവരുടെ വൈഫ് അല്ലെങ്കിലും അച്ഛനമ്മ അല്ലെ സഹോദരങ്ങൾ അപ്പോൾ ഇപ്പോഴും ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് അത്ര അറിവില്ലാത്തവരായിരിക്കും. മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് മനസ്സിലാവും ബ്രെയിൻ ഡെത്ത് എന്താണ്. മറ്റേത് അവർ നോക്കുമ്പോൾ പൾസും BP-യും എല്ലാം ഉള്ളൊരു ആളാണ്. അത് നിർത്തിക്കോളൂ എടുത്തോളൂ എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കി അത് ചെയ്തു തരുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു, ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു പ്രശ്നം ഈ കുറച്ച് മിസ്കൺസെപ്ഷൻസ് പൊതുവെ വരുന്നുണ്ട്. അതെ, ഈ ബ്രെയിൻ ഡെത്ത് ഡിസൈഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചു അത് നമുക്ക് ഒരു സിനിമ പോലും വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു സെറ്റ്ബാക്ക് ആയിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് വെച്ചാൽ നമുക്ക് ആ ഫിലിമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കേസുകളും എല്ലാം വന്നപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പബ്ലിക് ആദ്യം അപ്രിഹെൻഷൻസ് വന്നു പബ്ലിക്കിനെ സംബന്ധിച്ചോളം. ഇത് ഒരു കച്ചവടമായി മാറുകയാണോ, അതായത് ബ്രെയിൻ ഡെത്ത് ആകാതെ തന്നെ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്ത് ലിവറും കിഡ്നിയും ഒക്കെ എടുത്ത് ഇപ്പം നമുക്ക് പണ്ട് തൊട്ടേ അങ്ങനെ ഓർഗൻ ഇതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതാണെന്നുള്ളൊരു അപ്രിഹെൻഷൻസ് വന്നതോടുകൂടി പലരും ഒരു പിന്നോട്ട് മാറാൻ തുടങ്ങി. ആ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഡിഫെൻസീവിലായി. അപ്പോൾ ഒരാൾ ബ്രെയിൻ ഡെത്താണ് ഇത് നമ്മൾ സർട്ടിഫൈ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പം വളരെ റിയാക്ഷൻസ് മോശമായി തുടങ്ങി. അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വക്കീൽ നോട്ടീസുകൾ വരാൻ തുടങ്ങി. അതായത് നിങ്ങളത് ചെയ്തത് ശരിയല്ല, നിങ്ങളത് ചെയ്തോ, അങ്ങനെയുള്ള വിവരാവകാശങ്ങൾ. അപ്പോൾ ഇതിൽ പ്രോബ്ലം വരുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ താല്പര്യമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഡോണർ സൈഡ് മുഴുവൻ വരുന്നത് ന്യൂറോ സർജറിയിലും ന്യൂറോ മെഡിസിനിലോ അല്ലെങ്കിൽ ജനറൽ സർജറി ഭാഗത്തിലാണ്. അവിടുത്തെ ഡോക്ടേഴ്സിന് അത്രയും ഒരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ അവർ വിചാരിക്കും വൈ ഷുഡ് ബി ടേക്ക് എ റിസ്ക്.